ഓ ഇതിൻ്റെ സ്പീഡ് നോക്കിക്കോ. കൂടെ വന്ന ടയർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടരുത്. ഇനിയാണ് നിങ്ങൾ നമ്മുടെ ശരിക്കുള്ള ആർസിക്കാരെ കാണാൻ പോകുന്നത്. ഗായ്സ് എല്ലാവർക്കും നല്ല പുതിയൊരു ദിവസം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്പനിയിൽ കണ്ടപ്പോൾ പോലെ തന്നെ നമ്മളൊരു കിടുക്കാച്ചി ഒരു ആർ സി കാർ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാർ എന്ന് പറയുന്നത് ഒരു ഡൈകാസ്റ്റ് ആർ സി കാറാണ്. ഇത് നോർമൽ ആർ സി കാറല്ല. ലൈക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള അതിൻ്റെ നല്ല അടിപൊളി പാക്കേജിങ് ഉള്ള ഒരു ആർ സി കാറാണ്. നോർമൽ ആർ സി കാർ വരണ പോലത്തെ പാക്കേജിങ് കാര്യങ്ങളൊന്നും അല്ല വന്നിക്കുന്നത്. ഇതൊരു നമുക്കൊരു ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ രീതിയിലാണ് ഇതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ വന്നിക്കുന്നത്. സോ ആ ഒരു കാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഫസ്റ്റ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ. പിന്നെ നെക്സ്റ്റ് ഇത് ആർ സി കാർ വേണമെന്നത് കമൻറ്റ് അടിച്ചോളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആർ സി കാറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല. കാരണം ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നത് ഒരു നോർമൽ ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ ഇത് ആർ സി കാറിൻ്റെ റേറ്റ് ഒന്നൊക്കെ എന്തും ഞാൻ അവസാനം പറഞ്ഞുതരാം. എൻ്റെ റേറ്റ് എത്രയാണ്. സോ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് കാണാൻ ശ്രമിക്കട്ടെ. പിന്നെ നമ്മുടെ ആർ സി കാർ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് വേറെ എവിടെ നിന്നല്ല, നമ്മുടെ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വാങ്ങിച്ചേക്കുന്നത്. സോ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതേപോലെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആർ സി കാർ പ്ലസ് നമ്മുടെ ഡൈകാസ്റ്റ് കാറും. സോ നിങ്ങൾക്ക് ഒരു ഡൈകാസ്റ്റ് കാർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോക്കേസിൽ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആർ സി കാർ പോലെ ഓടിച്ചടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ പെട്ടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ക പ്രീമിയം പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ആർ സി കാർ നമുക്ക് ഇതേപോലെ ഒരു പാക്കേജിന് കാണാൻ പറ്റില്ല. സ്യൂട്ട് കേസ് പോലെയൊക്കെയാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. സോ അതെ ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റും. ഇവിടെ ഡൈകാസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈ സ്പീഡ് കാർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഡൈകാസ്റ്റ് മോഡൽ പോലെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതുപോലത്തെ അടിപൊളി ഐറ്റാണ്. സോ ഇതാണ് പെട്ടി വന്നിരിക്കുന്നത്. പെട്ടിയുടെ സൈഡിൽ കാര്യങ്ങൾ ഇതേ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തേക്കാം യൂക്ലിക്കിൻ്റെ, അതിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ പിന്നെ ഈ ഇതിൽ നമുക്ക് തുറക്കുമ്പോൾ ഇവിടെ മാഗ്നറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കടാ ഇത് മാഗ്നറ്റ് ആണ്. കടാ ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിമ്പിളായിട്ട് ഒട്ടിയിരിക്കും. സോ എന്തായാലും നമുക്ക് തുറക്കാം. ഇത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഗൈസ് ഇത് നോക്കൂ, നമ്മുടെ കാറിൻ്റെ ഫോട്ടോയും കാര്യം കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്, നൈസ്. പിന്നെ ഈ ഒരു പെട്ടിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ യൂസർ മാനുവലാണ്. സോ യൂസർ മാനുവൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചൈനയാണ് ഫുള്ളും, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല. സോ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലൊരു ഫോം ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അടിയിലൊരു പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ നമ്മുടെ ശരിക്കുള്ള ആർ സി കാർ കാണാൻ പോകുന്നത്. എൻ്റെ മോനെ സീൻ ഐറ്റം. പിന്നെ എക്സ്ട്രാ ടയേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ടയേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടയറിനേക്കാളും ഒരുപാട് വലിപ്പമുള്ള ടയറാണ്. പിന്നെ നമ്മുടെ റിമോട്ട് കൺട്രോളും പിന്നെ അതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിപൊളി കാണാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് ഓടിച്ച് കാര്യങ്ങൾ നോക്കണം. ഇതിൻ്റെ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കണം. സോ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു കാറല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. സോ എന്തായാലും നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓ എൻ്റെ മോനെ നോക്ക് എന്തുട്ട ലുക്ക് വെച്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ളൂ. ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ്, ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഐറ്റം. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ വീല് മാത്രമേ കറങ്ങുള്ളൂ. ഇത് 4 വീൽ ഡ്രൈവ് അല്ല. ഫ്രണ്ടിൽ വെറുതെ കൊടുത്തുന്ന വീലാണ്. ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിലത്തെ വീല് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടും. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ടയർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടരുത്. എൻ്റെ മോനെ നോക്ക്, ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടയറിൻ്റെ ഡബിൾ സൈസാണ് നമ്മുടെ ഈ ഒരു ടയർ വന്നിരിക്കുന്നത്. സോ ഇതേപോലെ 4 ടയറുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ ടയർ ഊരിയിട്ട് ഈ ടയറും കൂടി ഇട്ടിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സാധാ റിമോട്ടാണ്, പ്രത്യേകിച്ച് വേറെ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓണാക്കാനും ഓഫ് ആക്കാനും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇതിൻ്റെ ത്രോട്ടൽ ഇത്ര മാത്രം ഐറ്റംസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടായിരിക്കും. ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് തിരിയണതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. സാധനം കാണാൻ അടിപൊളിയാണ്. ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ പെർഫെക്റ്റ് ഓപ്ഷനാണ്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. സോ ഇതിൻ്റെ ഓടിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. മറ്റേ ആർ സി കാർ ഓടിച്ച് നോക്കണമെങ്കിൽ മുമ്പായിട്ട് നമ്മുടെ ഒറിജിനൽ ഒരു ആർ സി കാർ ഉണ്ട്. ഇത് 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ആർ സി കാറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 14,000 റുപ്പീസാണ്. ഇതും മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂക്ലിക്കിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ സൈസ് നോക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. സോ എന്താ രണ്ടിൻ്റെ സൈസ് ഏകദേശം ഒക്കെ സെയിം ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല പെർഫോമൻസ് ഇതിലും കൂടുതൽ. കാരണം ഇതൊരു പക്ക ഒരു സ്പോർട്സ് കാർ പോലത്തെ ഒരു ഐറ്റാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്നൊരു കാറാണ്. അഡ്വഞ്ചർ വേർഷൻ പ്രോ എന്ന് പറയുന്നത്. ഇത് നോർമൽ ഒരു സാധാ ഒരു പാവം കുട്ടി കാർ. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിയേ, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ നൈസാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ ഒരു നോർമൽ ഒരു ഡൈക്കാസ് കാറിൻ്റെ എങ്ങനെയാണോ സസ്പെൻഷൻ കൊടുക്കുക അതേപോലത്തെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്.
സോ എന്തായാലും നമുക്ക് ഇത് ഓടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ റിമോട്ടിൽ ഇടാനായിട്ട്. സോ റിമോട്ട് തുറന്നിട്ട് നമ്മൾ ഇടുന്നത് റീചാർജബിൾ ബാറ്ററി ആണ് കേട്ടോ. സോ ഈ റീചാർജബിൾ ബാറ്ററി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി വാങ്ങി അങ്ങനെ പൈസ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഐറ്റം വാങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 6 അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് വേറെ ബാറ്ററി മേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ കാണുന്ന റീചാർജബിൾ ബാറ്ററിയുടെ ലിങ്ക് എൻ്റെ പ്രൊഡക്റ്റായി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ഉള്ളത്. സോ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഓൾറെഡി കണക്റ്റ് ആയി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഓണാക്കാം. ഓണാക്കി കഴിഞ്ഞിട്ട് ഇതിലും ഓണാക്കാം. സോ മോനെ അടിപൊളി കണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായാലും ഈ കാണുന്ന ടയർ ഇട്ടിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. അതിനുശേഷം നമ്മുടെ വലിയ ടയർ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. അതിൻ്റെ പെർഫോമൻസിന് ഇതിൽ മാറ്റം വരുന്നത് നോക്കാം. ഇതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ മോട്ടർ തിരിയണ സൗണ്ട് കേൾക്കാൻ പറ്റും. വേണ്ട, ഒരു മോട്ടർ തിരിഞ്ഞിട്ടാണ്, ആ മോട്ടറാണ് ഇതിൽ തിരിക്കുന്നത്. നമ്മുടെ മറ്റേതിൽ പോലെ ഒരു സെർവോ പോലെ സംഭവം ഉണ്ടാവും. ആ സംഭവമാണ് നോർമൽ RC കാർസിനൊക്കെ ഇത് തിരിക്കാനായിട്ട് സഹായിക്കുക. ഇതിലെന്ന് പറയുമ്പോൾ ഒരു മോട്ടറാണ് ഉള്ളിൽ കിടന്ന് തിരിയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നോക്കാനാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ബാക്കിലത്തെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഷോക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ടയർ കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അമങ്ങണ ടയറാണ്. അപ്പോൾ നമ്മുടെ RC കാർ ഇവിടെ എടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം എൻ്റെ സ്പീഡ് എത്രത്തോളം ഉള്ളത്. സോ ഒന്ന് ബാക്കോട്ട് പോവാം. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് ഒഴിക്കോ. ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ട്. എടാ ഇതാണ് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. RC കാർ വെച്ചിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നോക്കിയേ, സീന്. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല, ഭയങ്കര സ്മൂത്താണ് വർക്കിങ്. നോക്കിയേ, അടിപൊളി. ഈ ഒരു കാറിന് ഇത്രയും പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയേ ഉള്ളൂ എൻ്റെ സ്പെക്ക് കാര്യങ്ങളും. പക്ഷേ ഇത് അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ റൈറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ RC കാറിന് സ്പീഡ് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, വാവ്, ഒരു അറൗണ്ട് ഒരു 20 കിലോമീറ്റേഴ്സ് ഫാസ്റ്റിലൊക്കെ നമ്മുടെ ഐറ്റം ഓടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ RC കാർ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. സോ നമ്മുടെ പറമ്പിൽ ഓടിച്ചിട്ട് നമ്മുടെ ഓഫ് റോഡ് ട്രാക്ക് നോക്കുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ RC കാർ ഈ കാണുന്ന കയറ്റം നമ്മളെല്ലാ RC കാറും കയറ്റണം പോലെ അത് കയറാൻ നോക്കാം. സോ നമുക്ക് അതിൻ്റെ പവർ ഒന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം കണ്ടാ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. വരുന്നുണ്ട്. ഗൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ഒരു കയറ്റം കണ്ട, ഈ ഒരു കയറ്റം കയറാൻ പറ്റുന്നതാണ് നോക്കുന്നത്. നമ്മുടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ സിമ്പിളി കയറി പോകാറുള്ളതാണ്. സോ ഈ വണ്ടി നമുക്ക് കയറാൻ നോക്കാം. ഗൈസ് ഫാസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ് ആ ഫ്രണ്ടിലത്തെ ടയർ കറങ്ങാത്ത കാരണം ബാക്കിലത്തെ ടയർ മാത്രമല്ല കറങ്ങണേ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പെർഫോമൻസ് വണ്ടിയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഐറ്റം കണ്ടാ. കാണാൻ നല്ല രസമാണ്. സോ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വരാം. നോർമലായിട്ട് ഇങ്ങനെ ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. എങ്ങനെ വേണമെങ്കിലൊക്കെ ഐറ്റം പൊക്കോളും. ഈ കാണുന്ന ഇലയൊക്കെ ഇട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇരട്ട സ്ഥലമല്ല, ഇല വീണെന്നാണ്. സോ ആ ഭാഗത്ത് നമുക്ക് ഓടിച്ചു നോക്കാം. ഗൈസ് കുഴപ്പമില്ലാണ്ട് വേണ്ട ഐറ്റം പെർഫോം ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് കിട്ടാത്ത സ്ഥലം വന്നാൽ നമ്മുടെ ഐറ്റം പെടും. പിന്നെ ഫ്രണ്ടിലത്തെ ടയറും കൂടിയും നമ്മൾ തിരിയണില്ലല്ലോ, അവിടെ മോട്ടറില്ലാത്താണ് തിരിയണില്ല. അപ്പോൾ വേണ്ട ഇവിടെ പെട്ടിരിക്കുകയാണ്, എങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒന്ന് തള്ളി കൊടുക്കാം. അപ്പോൾ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തു. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു പെർഫോമൻസ് മോഡലല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റാവുന്ന ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 6000 റുപ്പീസാണ്. 6000 റുപ്പീസിന് നൈസ് ഐറ്റാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പെർഫെക്റ്റ് ആയിട്ടാണ്. സോ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടയർ മാറ്റാൻ പോവാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ബിഗ് ടയേഴ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. സോ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും നമുക്ക് ഒന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും കാണാനായിട്ട്. സോ എന്തായാലും നമുക്ക് ഈ ടയേഴ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. വലിയ മോൺസ്റ്റർ കാറുകളൊക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ അത്ര കട്ടിയുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. സോ ഈ കാണുന്ന 4 ടയർ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മുടെ
ഈ കാണുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇത് ഈ ഓരോ ടയേഴ്സും നമുക്ക് ഊരി കൊടുക്കാം. ഒരുപാട് പേര് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ടയർ ഊരുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും പിന്നെ അടുത്ത എന്ത് വേണമെന്നുള്ളത് കമൻറ്റും കൂടി അടിച്ചേക്കിട്ടാ. സോ നമ്മൾ ഒരു ടയർ ഊരെടുത്തിട്ടുണ്ട്. സോ ഈ ടയർ ഊരെടുത്ത പോലെ തന്നെ നമുക്ക് എല്ലാ ടയറൊന്നും ഊരെടുക്കാം. സോ നമ്മുടെ 2 ടയർ എടുത്തിട്ടുണ്ട്. സോ ഈ 2 ടയർ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒരെണ്ണം കയറിയിട്ടുണ്ട്. സോ രണ്ടാമത്തെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പിന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ശരിക്കുള്ളൊരു ഭംഗി നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ടയർ മാറ്റിയപ്പോൾ 1 2 3 എൻ്റെ പുള്ളി ഐറ്റം മോനെ. ആ ടയറൊക്കെ വലുതായപ്പോൾ തന്നെ ആ വണ്ടിയുടെ ഭംഗി തന്നെ മാറിയതുണ്ടാ. ചേടാ ഇതിൻ്റെ പെർഫോമൻസും കൂടി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ലെവലായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഓടം നോക്കാം. വാവ് ഗൈസ്, മറ്റേ ടയർ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു വേറെ എന്തോ ഒരു രസമുള്ള പോലെ. വാവ്, അടിപൊളി. കാര്യം കാണിച്ചു തരാം. വണ്ടി ബാക്ക് എടുക്കുമ്പോൾ കണ്ടാ പെട്ടെന്ന് വണ്ടി തിരിയണോ അയ്യോട്ടാ. ഓ നോക്ക് 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 നോക്ക്. എൻ്റെ ടയർ മാറിയപ്പോൾ സീൻ തന്നെ മാറി. എൻ്റെ മോനെ നോക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. വാവ്, നൈസ് ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ അടിപൊളിയായിട്ടുണ്ട് ഏറ്റവും കാണാനായിട്ട്. ഈ ടയർ ഇട്ടപ്പോൾ ഒരു സ്പെഷ്യൽ ഭംഗിയും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. എന്താ പറയുക, എൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ വേറെ ലെവലാവും ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. ഈ കാണുന്ന RC കാർ എന്ന് പറയുന്നത്. സോ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 6000 റുപ്പീസാണ് റേറ്റ് പറയുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് സോ യൂക്ലിക്കിൻ്റെ പേജിൽ അവൈലബിൾ ആണ്. താഴത്തെ നമ്പറോട് തേക്കാം. പിന്നെ ഏത് RC കാർ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. RC കാർസ്, RC ടോയ്സ്, എന്ത് ഐറ്റംസും. സോ താഴത്തെ നമ്പറോട് തന്നിട്ടുണ്ട്.